ഞാൻ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. ബന്ധപ്പെട്ടിരിക്കുന്നു ഗുരു ഡണണബയോ കോർപ്പറേഷനെക്കുറിച്ചുള്ള ചില സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് താൽക്കാലികമായി നിർത്താം. പഠനത്തിലുള്ള കോർപ്പറേഷന്റെ എല്ലാ പാരാമീറ്ററുകളും കൂടുതൽ വിശദമായി പരിശോധിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു. ഇപ്പോൾ കമ്പനിയുടെ നിലവിലെ പ്രകടന സൂചകങ്ങൾ വിശകലനം ചെയ്യാം. വാണവപണ താഴ് യവധബൾ ആണ് നാളെ ഏതാണ് 2025 ഓഗസ്റ്റ് 11 ലെ ഡാറ്റയെ അടിസ്ഥാനമാക്കിയാണ് അവലോകനം സൃഷ്ടിച്ചത്. വർഗീകരണം വഴി ഗുരുദാമബിയ കമ്പനി മനോവപമ ഉപവിഭാഗത്തിൽപ്പെടുന്നു. ചോഹതഹയോധ മെഡിക്കൽ പദ്ധതി 23 സംഘടനകൾ താരതമ്യത്തിൽ പങ്കെടുക്കുന്നു. ഈ വീഡിയോയുടെ അവസാനം ഞങ്ങൾ ഓർഡർ പട്ടിക നോക്കും. സംശയാസ്പദമായ കമ്പനിയുടെ മൊത്തത്തിലുള്ള സ്കോർ 10.1.5 ആണ്. ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ 1.5 പോയിന്റ്. നിങ്ങൾ ഇത് വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ മൊത്തത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി സ്കോർ 1.8 പോയിന്റാണ്. കമ്പനിയുടെ സ്കോറായ 1.5 പോയിന്റിനെതിരെ ആനോപമധവന കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മകത താരതമ്യം ചെയ്യുന്നു. മനോവപമധവന ഉപവിഭാഗം കമ്പനികളും 12 മാസത്തിലേറെയായി ഷെയറുകളുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. മനോവപമധവന മൈനസിന്റെ ചലനാത്മകത കാണിച്ചു 51.1%. ഉപവിഭാഗത്തിലെ വില ചലനാത്മകതയ്ക്കെതിരെ -0.4%. കമ്പനിയുടെ വിപണി മൂലധനം മനോവപണ കോർപ്പറേഷൻ $4.62 ബില്യൺ ആണ്. ഉപവിഭാഗം വിപണി മൂല്യം $500 ബില്യൺ ആണ്. കമ്പനിയുടെ പുസ്തക മൂല്യം $1.79 ബില്യൺ ആണ്. ഉപവിഭാഗത്തിന്റെ പുസ്തക മൂലധനം $121 ബില്യൺ ആണ്. വിപണിയുടെയും പുസ്തക മൂല്യത്തിന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുന്നതിലൂടെ നമുക്ക് ഇനിപ്പറയുന്നവ കാണാൻ കഴിയും. അധിനിവേശ വിഹിതം മനോവപണ കോർപ്പറേഷൻ ഉപവിഭാഗത്തിൽ വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ 0.923%. പുസ്തക മൂല്യം 1.48%. ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷന്റെ വിപണി വിഹിതത്തിന്റെയും പുസ്തക മൂല്യത്തിന്റെയും വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. കമ്പനിയുടെ കടബാധ്യതകൾ $2 കൂടെ 41 സെന്റ് 5 ബില്യൺ ആണ്. പുസ്തക മൂല്യത്തിലേക്കുള്ള കടം കമ്പനിയുടെ മൂലധനത്തിന്റെ 135%. കമ്പനിയുടെ ഡെറ്റ് റേറ്റിംഗ് മോശം -1 പോയിന്റ്. കമ്പനിയുടെ ഓഹരി വിലയുടെ ലാഭം 58 ആണ്. ഉപവിഭാഗത്തിലെ ശരാശരി 21.1 ആണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓഹരി വിപണി മൂല്യവും ലാഭാനുപാതവും വിലയിരുത്തൽ വളരെ മോശം -2 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം $80 മില്യൺ ആയിരുന്നു. അടുത്ത 12 മാസത്തെ ഫോർവേഡ് വരുമാനം $359 മില്യൺ ആണ്. ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും 1.3 ആണ്. ഉപവിഭാഗത്തിന്റെ ശരാശരി 4.2 ആണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിപണി മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $3,440 മില്യൺ ആണ്. അടുത്ത 12 മാസത്തെ ഭാവി വരുമാനം $6,120 മില്യൺ ആണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. വിൽപ്പന മാർജിൻ 2.3%. ഉപവിഭാഗത്തിൽ ശരാശരി 19.8%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലാഭക്ഷമത വിലയിരുത്തൽ കടന്നുപോകാവുന്ന 0 പോയിന്റുകൾ. ഉപവിഭാഗം അനുസരിച്ച് വ്യക്തികളുടെ എണ്ണത്തിൽ കമ്പനിയുടെ വിഹിതം 3.351%. ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 263% കൂടുതലാണ്. ഓർഗനൈസേഷന്റെ ഒരു ജീവനക്കാരന്റെ മൂലധനത്തിന്റെ അളവ് $405,000 തുല്യമാണ്.
ഉപവിഭാഗത്തിൽ $1471,000 ഉണ്ട്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഓരോ ജീവനക്കാരനും കമ്പനിയുടെ വിപണി മൂലധനത്തിന്റെ മൂല്യനിർണ്ണയം നല്ലത് 0.5 പോയിന്റ്. കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ ലാഭം $7,000 ആണ്. ഉപവിഭാഗത്തിലെ ശരാശരി $69,800 ആണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ മൂല്യനിർണ്ണയം കടന്നുപോകാവുന്ന 0 പോയിന്റുകൾ. ഓരോ ജീവനക്കാരനും കമ്പനിയുടെ വരുമാന വിഹിതം $302,000 ആണ്. ഉപവിഭാഗം $353,000. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും വിൽപ്പന അളവ് വിലയിരുത്തൽ പാസാബിൽ 0 പോയിന്റ്. 1.5% എന്ന ഉപവിഭാഗത്തിന്റെ ശരാശരിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഓഹരികളുടെ ഹ്രസ്വസ്ഥാനം 9.2%. സാങ്കേതിക സൂചകം നധവ 14 കമ്പനിക്ക് 30% ലെവൽ കാണിക്കുന്നു. ബണവാപമ കോർപ്പറേഷൻ ഉപവിഭാഗത്തിന് ഈ ലെവൽ ഏകദേശം 57%. കമ്പനിയുടെ യഥാർത്ഥ ഓഹരി വില ഏകദേശം $30 കൂടെ 44 സെന്റ് ആണ്. കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം $45 കൂടെ 34 സെന്റ് ആണ്. നമുക്ക് ഓർഡർ ടേബിൾ നോക്കാം, അത് ലഭ്യമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. സ്റ്റോക്ക് മൂല്യനിർണ്ണയ വിവരങ്ങളും റഫറൻസ് സിസ്റ്റവും ഈ സീസണിൽ എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. ഗുരുലമണമയോ ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. സെക്യൂരിറ്റികളുടെ വിശകലനത്തിന്റെ ഫലമായി ഹനവാപണ കോർപ്പറേഷൻ മൂല്യനിർണ്ണയത്തിന്റെ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഗുരുതണമപയ ഇനിപ്പറയുന്ന തീരുമാനം എടുക്കുന്നു. ഒരു ഷെയറിന് $30 കൂടെ 43 സെന്റ് എന്ന നിരക്കിൽ ഒരു വാങ്ങൽ ഓർഡർ തുറക്കുക. കമ്പനിക്ക് നല്ല മൂല്യനിർണ്ണയവും വില പ്രവണതയും ഉള്ളതിനാൽ ഓർഡർ തുറക്കുന്നു. ഓർഗനൈസേഷന്റെ വിലയിരുത്തൽ മാനദണ്ഡത്തെ അടിസ്ഥാനമാക്കിയാണ് നടത്തിയത്. അക്യുമിന്റെ സൂചിക എടുക്കുക ലാഭം 36.51 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. സ്റ്റോപ്പ് ലോസ് 24.35 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ. ഈ സാഹചര്യത്തിൽ 2025 സെപ്റ്റംബർ 10 എക്സ്ചേഞ്ച് സെഷന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഓർഡർ സ്വയമേവ അടച്ചു. അല്ലെങ്കിൽ നിശ്ചിത തീയതിക്ക് മുമ്പുള്ള അവസാന ട്രേഡിംഗ് ദിവസം. ടിക്കർ ആവമബൈ ഒരു കൗണ്ടർ വെയിലിംഗ് സെയിൽ ഇടപാടാണ്. ബാലൻസ് ഇടപാടിനെക്കുറിച്ചുള്ള വീഡിയോ ഈ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിക്കപ്പെട്ടതോ ആയിരിക്കും. ഓർഡറുകളിലൊന്ന് അടയ്ക്കുമ്പോൾ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിംഗ് 1. മറ്റൊരു ഓർഡർ അവസാന വിലയിൽ അടച്ചു. അവസാനം വരെ വീക്ഷിച്ചതിനും വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും വളരെ നന്ദി. ഗുരുടധനമയ.